ജയറാം രമേശ് പറയുന്നതിന്റെ ആത്യന്തികമായ കാതൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 49, 35 ഇത് ഈ കണക്ക് ഇങ്ങനെ കിടക്കുന്നു മാത്രമല്ല, അവിടെ എണ്ണിത്തീർന്ന റൗണ്ടുകൾ അപ്ഡേറ്റ് ആയി വരുന്ന ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും റിപ്പബ്ലിക്കൻ ടൈംസും അവിടെ നിൽക്കട്ടെ, ബാക്കി ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് നോക്കി കാണുന്ന ചാനലുകൾ അത് നോക്കി വാർത്ത കൊടുക്കുന്ന ചാനലുകൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണം അപ്ഡേറ്റഡ് വാർത്ത വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സമ്മതം ചെലുത്തി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കലാണോ എന്ന രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയാണ് ജയറാം രമേശ്. അതെന്തുകൊണ്ടാണെന്ന് കൂടുതൽ അവർക്ക് ഒരു കാര്യം, ഇവരുടെ ഇലക്ഷൻ ഏജന്റുമാരൊക്കെയാണ് അതിനുള്ളിലിരിക്കുന്നത്, അവർക്ക് മാത്രമേ അത് കൂടുതൽ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവർ പരാതിയുമായി പോകുന്നതൊക്കെ പറയുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം അറിയില്ല. വിജയ SPS പറയുന്നു, ചീഫ് മിനിസ്റ്റർ വെന്റ് ഫോർ എ മീറ്റിംഗ് വിത്ത് എ ലാൻഡ് സ്ലൈഡ് സ്പെഷ്യലിസ്റ്റ് ടു സ്റ്റഡി അബൌട്ട് ദി ലാൻഡ് സ്ലൈഡ്സ് ഇൻ വയനാട് എന്ന് പറയുന്നു. അതേ മറ്റേ മീറ്റിംഗ് പങ്കെടുക്കുക സ്പീക്കർ പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുന്നത്. ഡോക്ടർമാർ അദ്ദേഹത്തോട് ശബ്ദ നിയന്ത്രണം ഉപദേശിച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് ഔദ്യോഗിക വിശദീകരണം. നമ്മൾ സ്പീക്കറെ വിശ്വസിക്കുന്നു. സ്പീക്കറെ വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അല്ലെ, എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ തൊണ്ടവേദന ഭേദമാവട്ടെ. തൊണ്ട ഒരു വലിയ സാധനം തൊണ്ടവേദന ഭേദമായിരിക്കും. ഓക്കെ, അപ്പൊ വിജയകുമാർ ഏറ്റവും ഈ പറയുന്ന തണുപ്പ് ബാധിക്കുന്നതിന് കാരണം നമ്മൾ ഈ പറയുന്ന സംഖ്യ മാറാത്തത് കൊണ്ടാണ് നിൽക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ നൽകട്ടെ, അതനുസരിച്ച് നമുക്ക് ഇത് എണ്ണി തീർത്ത് സംഭവം വീട്ടിൽ പോകാനുള്ള. അതാണ് ജയറാം രമേശ് പറയുന്നത്. പ്രവർത്തകരെ കളി കഴിഞ്ഞിട്ടില്ല, ഇത് മനോവീര്യം തകർക്കാനുള്ള പലാവരുടെ എന്നാണ് ജയറാം രമേശ് പ്രവർത്തകരോട് പറയുന്നത്. കളി കഴിഞ്ഞിട്ടില്ല, 4 മണി വരെ മനോവീര്യം കെടാതെ കാത്തിരിക്കണം, നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയണം. പ്രവർത്തകർക്ക് നമുക്ക് നിൽക്കേണ്ട ഒരു ഒന്നും അറിയില്ല. നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു പാത്രം നിറയെ പഴം പുഴുങ്ങിയത് കൊണ്ടുവച്ച് ഒരു പാത്രം നിറച്ച് അത് കഴിച്ചിട്ടാണ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തില്ലെന്ന് പറയുന്നത്. വിജയ് ഇങ്ങനെ തിന്നരുത്. ഓക്കെ, റെഡി. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ ഇനി ഹരിയാനയിലേക്ക് അവിടെ സംഘപരിവാർ അജണ്ടയ്ക്ക് മുഖ്യമന്ത്രി വളം വെച്ച് കൊടുത്തൊക്കെ അവിടെ പറയുന്നുണ്ട്. നിയമസഭ ഒരു ഷെഡ്യൂൾ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നിയമസഭയിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന, അതായത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമസഭയിൽ നിന്ന് വല്ല അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണി നമ്മുടെ മാജിക് സ്ക്രീനിൽ നിങ്ങൾക്ക് അതുകൂടി കാണാൻ കഴിയും. നിങ്ങൾക്ക് അതിലുള്ള താല്പര്യം നമുക്ക് മനസ്സിലാകുന്നു. മുഖ്യമന്ത്രി സഭയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സ്പീക്കർ എന്ന് അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയാണ്, അദ്ദേഹം വോയിസ് ടെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചു, അതുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ എത്തില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ സഭയിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് എന്തോ ശബ്ദ പ്രശ്നമുണ്ട്, തൊണ്ടവേദനയാണ്. അടിയന്തര പ്രമേയ ചർച്ച അവിടെ തുടങ്ങി കഴിഞ്ഞു. അവിടെ ഒന്നും പ്രശ്നമില്ല അല്ലേ? ഓക്കെ. ഇന്നലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സഭയിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തൊണ്ടവേദന ഇല്ലായിരുന്നു. അത് കഴിഞ്ഞു. എനിക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം തൊണ്ടവേദന വന്ന് പെട്ടെന്ന് മാറും. രാത്രി തണുത്ത വെള്ളം കുടിച്ചാൽ തൊണ്ടവേദനയാവും. അപ്പൊ തൊണ്ടവേദന എപ്പോ പെട്ടെന്ന് വരാം. കുടിക്കരുത്, തണുത്ത വെള്ളം കുടിക്കുകയത് റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളമാണ് കുടിക്കേണ്ടതെന്നാണ് ഡോക്ടർമാർ ഉപദേശിക്കാറുള്ളത്. തണുത്ത വെള്ളം നമ്മള് പെരുമ്പാവൂർ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസ് പെരുമ്പാവൂർ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസസ് ബോറടിപ്പിക്കരുത്. ഫ്ലോയിൽ വന്ന് നമ്മുടെ ജോസഫ് സാർ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഫ്ലോ കളയരുത്. ഇപ്പൊ 8 മണിക്ക് തുടങ്ങിയതാണ്, 12:12 4 മണിക്കൂറും 12 മിനിറ്റും കൂടെ ആയി. ഞങ്ങൾ വിചാരിച്ചത് പെട്ടെന്ന് തീരും, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലേ, ഇതിപ്പോ ഒരു തടങ്ങി ഇങ്ങനെ പോയാൽ ഡിന്നർ കഴിക്കാൻ പറ്റത്തില്ല. 12 മണിക്കൂർ റൗണ്ട് ബുള്ളറ്റിൻ പ്ലാൻ ചെയ്തതാ, എല്ലാം കുളമായി. ഇത് ജയറാം രമേശ് പറഞ്ഞതിനോട് നമുക്ക് താല്പര്യം വന്നു തന്നെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി അതിനകത്ത് രസമുണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം, ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹരിയാനയിൽ 49 ഇടത്ത് തന്നെ BJP ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ജയറാം രമേശ് പറഞ്ഞ പോലെ 4 മണി വരെ വെയിറ്റ് ചെയ്യണോ പ്രവർത്തകർ? വലിയ പാടായിരിക്കും. പ്രവർത്തകർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം, നമുക്ക് പറ്റുമോ? അവിടെ കഴിഞ്ഞ എക്സിറ്റ് പോളിലെ ഷെയർ മാർക്കറ്റിനെ സ്വാധീനിക്കാനെന്നൊക്കെയുള്ള വലിയ ഗൂഢാലോചന സിദ്ധാന്തം കേട്ടായിരുന്നു. ഇപ്പോഴും ചിലരൊക്കെ ഈ BJPയുടെ നേതൃത്വത്തിൽ ഷെയർ മാർക്കറ്റ് കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിനറിയാം SK എന്തുവാണോ എന്തോ. SK കുറെ സമയമായിട്ട് ഒരു അനക്കമില്ലാതെ നിൽക്കുകയാണ്. ഈ ടാലി ഒരു അനക്കമില്ലാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ
കുറച്ചുകൂടി വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നതിന് കാരണം പ്രേക്ഷകർക്ക് ബോറടിക്കുകയാണ്. കുറെ സമയമായി 49, 35, 40, 35 എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ ലഡുവിന്റെ കളർ മാറിയോ മാറ്റേണ്ടി വരും. നമ്മളിപ്പോ ഈ കാവി ലഡുവിൽ നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഇത് ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന അവസ്ഥയായി. ഒരു നിശ്ചയമില്ല ഒന്നിനും ഒരു നിശ്ചയമില്ല. ഞാൻ നോക്കായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോന്നോ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റില് ഈ ഹരിയാനയിലെ സീറ്റ് നില മാറുന്നില്ല, ലീഡ് നില മാറുന്നില്ല. അതാണ് ജയറാം രമേശ് പറയുന്നത്. ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ട്. പ്രവർത്തകരെ നിരാശപ്പെടരുത്, നിങ്ങളെ നിരാശപ്പെടുത്താൻ, നിങ്ങളെ ഡീമോറലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നിങ്ങൾ 4 മണി വരെ വെയിറ്റ് ചെയ്താൽ എന്തെങ്കിലും ശുഭകരമായ കാര്യം സംഭവിക്കുമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല. പക്ഷേ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സോഴ്സുകളെ കോട്ട് ചെയ്ത ചില മാധ്യമങ്ങൾ അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ അവർ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ നിലവിളി ശബ്ദം ഇടണമെന്ന് അത് പേടുന്നില്ല. അതുപോലെ ഉണ്ണികൃഷ്ണൻ 24 നിങ്ങൾക്കും വരും അസുഖം. നമ്മളത് വിശ്വസിക്കുന്നു. നമ്മൾ സ്പീക്കറെ വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് തൊണ്ടവേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ മറ്റൊരു കാര്യം വിശ്വസിക്കുന്നില്ല. നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല. തൊണ്ടവേദനയ്ക്കകത്ത് രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. അത് പ്യൂർലി ഫിസിക്കൽ. സ്പീക്കർ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റും അടിയന്തര പ്രമേയം ഒരു ദിവസം വന്നത് പ്യൂർലി കോ ഇൻസിഡൻസ് എന്ന് പറയുകയാണ്. അതിൽ എന്തൊക്കെയോ മറച്ചു വെച്ച് പറയുന്നു അല്ലേ? എല്ലാവർക്കും എന്തോ കുത്തി പറയുന്നു. ഷംസുദ്ദീൻ, ഒരാളുടെ ആരോഗ്യപരമായ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇപ്പൊ ആഷ്മി ഈയിടയ്ക്ക് എന്നോട് പറഞ്ഞില്ല സുഖമില്ലെന്ന്, ഞാൻ വിശ്വസിച്ചില്ലേ? അപ്പൊ അതിനകത്ത് ആഷ്മി തീർച്ചയായിട്ടും സുഖമില്ല എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് ചോദിക്കേണ്ട ഒരാൾ സുഖമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അതിൽ രാഷ്ട്രീയമില്ല. അതില് ആൾക്കാർ പറയുന്നത് നമ്മൾ ബുദ്ധിപരമായ സത്യസന്ധതയിൽ നമ്മൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറായിട്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ആ റൗണ്ട് ഒക്കെ അങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കുക. ഒന്നുമില്ല, ഒന്നും പറ്റില്ല. റിഫ്രഷ് ചെയ്ത് മടുത്തു. പക്ഷേ ഒരു അപ്ഡേഷൻ അതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ജയറാം രമേശിനൊക്കെ ആകെ കുരുപൊട്ടുന്നത്. ജയറാം രമേശൊക്കെ പറയുന്നത് ഇത് മനഃപൂർവ്വമാണോ, യഥാർത്ഥ ട്രെൻഡ് പുറത്തറിയിക്കാനുള്ള മാർഗമാണോ എന്നൊക്കെ സംശയിക്കാനുള്ള കാരണം കഴിഞ്ഞ 3/4 മണിക്കൂറായിട്ട് ആ വെബ്സൈറ്റ് നിപ്പ് നിൽക്കുക. അസ്കേൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ആകെ 90 സീറ്റേ ഉള്ളൂ. ആകെ ചെറിയൊരു സംസ്ഥാനമാണ്. പടപടെ എണ്ണി തീർക്കാൻ പറ്റുന്ന കാര്യം എന്തിനാണ് ഇത്രത്തോളം വലിച്ചു നീട്ടുന്ന? പിന്നാലെ താഴെ ജമ്മു കാശ്മീരിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ സെറ്റായി വരികയാണ്. അവിടെ താഴെ ഏറ്റവും താഴെ അവിടെ മാത്രം അങ്ങനെ കുറെ സമയം കിടക്കുകയാണ്. അപ്പൊ എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല. എന്തായാലും അത് ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന ജയറാം രമേശൊക്കെ പറയുന്ന പോലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ, ഈ വൈകലിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് നമുക്കെന്തായാലും അറിയില്ല. കോൺഗ്രസ് എന്തായാലും അങ്ങനെ സംശയിക്കാനുള്ള കാരണം ജയറാം രമേശ് പറയുന്നത് 10-13 സീറ്റുകളിൽ അവരുടെ ബൂത്ത് ഏജന്റുമാരുടെ കൃത്യമായ കണക്ക് പ്രകാരം അവരാണ് ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് ചെയ്യുന്ന കാര്യം ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രതിഫലിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രതിഫലിക്കാത്തത് കാരണം വാർത്തകളിലും അങ്ങനെ പ്രതിഫലിക്കുന്നില്ല. അതെന്തിനു വേണ്ടിയാണ്, യഥാർത്ഥ ട്രെൻഡ് എന്തിനാണ് മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുന്നത് ജയറാം രമേശ് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഹൂഡെ അടക്കമുള്ളവർ, ഷെൽജി അടക്കമുള്ളവർ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് ആവർത്തിച്ച് പറയാനുള്ള കാരണം ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന EVM വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ നടക്കുന്നത് എന്താണ് എന്ന കാര്യം എന്താണ് അവിടെ സംഭവിക്കുന്നത്? വോട്ടെണ്ണൽ നടക്കുന്നില്ലേ? റിസൾട്ട് പുറത്തു വരാത്ത പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാം. PCR നിതിൻ അംബുദിനെ ഒന്ന് വിളിച്ചാലോ നമുക്ക്? BJP 48-ലേക്ക് കഴിഞ്ഞ കുറെ സമയത്തിന് ശേഷമായി BJP 49-ൽ 48-ലേക്ക് ഒന്ന് താഴ്ന്നു. കോൺഗ്രസ് 36-ലേക്ക് ഉയരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ടുള്ള ഏക അപ്ഡേഷൻ അതാണ്. 47 താന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്ര വലിയ വൈകൽ എന്ന കാര്യം നമുക്ക് സംശയം ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് റിസൾട്ട് വന്നാൽ നമ്മൾ നിയമസഭയിലേക്ക് നമ്മൾ നിർബന്ധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.